പറയാം. നമ്മൾ ആലപ്പുഴയിൽ വന്നിട്ട് നമുക്ക് ഹൗസ് ബോട്ടിനകത്ത് പോകാം എന്നൊക്കെ പറഞ്ഞ് സാർ നമ്മളെ പഠിച്ചു. എന്നാൽ നമുക്ക് ഇന്നൊന്ന് ഹെലികോപ്റ്ററിൽ പോകാം. എല്ലാം റെഡിയാണോ? ഹെലികോപ്റ്ററിൽ കയറിയിട്ടുള്ള എത്ര പേരുണ്ട്? ഒരിക്കലെങ്കിലും ആരുമില്ല. വിമാനത്തിൽ കയറിയിട്ടുണ്ട്, അത് ഞാനും കയറിയിട്ടുണ്ട്. എന്റെ ഹെലികോപ്റ്ററിൽ കയറിയിട്ടുണ്ട്. സോ നമ്മൾ ഹെലികോപ്റ്ററിൽ നമ്മളൊരു യാത്ര പോവുക. ഈ യാത്ര പോകുന്നത് ഒരു വലിയ വനപ്രദേശത്തിന്റെ മുകളിൽ കൂടെയാണ്. യാത്ര പോകുന്നത് വലിയ വനപ്രദേശത്തിന്റെ മുകളിൽ കൂടെയാണ്. ഒരു ആമസോൺ വനപ്രദേശമാണ്. അപ്പൊ മനസ്സിലായല്ലോ, ആ വനപ്രദേശത്തിന്റെ ആ വിസ്തീർണവും ആ ഒരു ഭൂപ്രകൃതിയൊക്കെ മനസ്സിലേക്ക് വന്നതാണ്. ഈ വനപ്രദേശത്തിന്റെ ഒത്ത മധ്യത്തിൽ ചെന്നപ്പോഴേ ഹെലികോപ്റ്റർ ക്ലാസ് ആയി. പക്ഷെ നിങ്ങള് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ആ ഒരു വനപ്രദേശത്തിന്റെ നടുക്കുള്ള ഒരു പഴയ കൊട്ടാരത്തിലേക്ക്, ഒരു വീട്ടിലേക്ക് നിങ്ങൾ വന്നേ വീഴും. അതേ ചോദ്യമില്ല. സാർ എന്തോ ഇങ്ങനെ ആലോചിക്കുക. സോ നിങ്ങള് എല്ലാവരും വന്നു വീണത് ഒരേ വീട്ടിലേക്കാണ്. ആ വീട്ടിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. പഴയ വീടാണ്. വർഷങ്ങൾ 200-250 വർഷങ്ങൾ പഴക്കമുള്ള ഒരു വീട്. ഇനിയാണ് നിങ്ങളുടെ ജോലി. ഞാന് 2 മിനിറ്റ് സമയം തരും. നിങ്ങൾക്ക് അവിടുന്ന് രക്ഷപ്പെടണം. ആ രക്ഷപ്പെടാനായിട്ട് ആ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ എടുക്കാം? 5 കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ പേപ്പറിൽ 1 2 3 4 5 എന്ന് എഴുതണം. അത് എന്ത് സാധനം വേണമെങ്കിലും ആകാം. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ യൂസ്ഫുൾ ആകും എന്ന് നിങ്ങൾ കരുതുന്ന 5 കാര്യങ്ങൾ പെട്ടെന്ന് എഴുതാം. അടുത്തിരിക്കുന്ന ആളുടെ നോക്കി എഴുതരുത്. നിങ്ങൾക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ നിങ്ങളുടെ കയ്യിൽ എടുക്കാവുന്ന 5 കാര്യങ്ങൾ. 1 2 3 4 5 എന്ന് പറയുന്ന 5 കാര്യങ്ങൾ പെട്ടെന്ന് എഴുതണം. കാര്യം നമ്മൾ അപകടാവസ്ഥയിലാണ്. സോ ഈ അപകടാവസ്ഥയില് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. പെട്ടെന്ന് നമ്മുടെ കൈ കിട്ടുന്ന സാധനം എടുക്കണം. ആ വീട്ടില് സാധനങ്ങളുണ്ട്, രക്ഷപ്പെടാനായിട്ടുള്ള സാധനങ്ങൾ കിടപ്പുണ്ട്. പഴയ വീടാണെന്നുള്ളൂ. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് 5 സാധനങ്ങൾ പെട്ടെന്ന് എടുക്കണം. ആ 5 സാധനങ്ങൾ എടുക്കുന്ന സാധനങ്ങൾ നിങ്ങൾ പെട്ടെന്ന് 1 2 3 4 5 എന്ന് എഴുതണം. എഴുതി കഴിഞ്ഞു വിചാരിക്കുന്നു. എഴുതി കഴിഞ്ഞു. റെഡി? ഞാൻ കൗണ്ട് ചെയ്യാണ്. 10 പേരൊന്നുമില്ല. 9 8 7 6 5 4 3 2 1 0. ഇനി ആരും എഴുതരുത്. 3 എഴുതിയാലും കുഴപ്പമില്ല. ഇനി എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ എഴുതിയ അതേ ഓർഡറിൽ ഈ ഇരിക്കുന്ന ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് എഴുതേക്കാം. എഴുന്നേറ്റ് നിങ്ങൾ എഴുതിയ അതേ ഓർഡറിൽ അതേ സാധനങ്ങൾ എഴുതിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാം. എഴുന്നേറ്റ് ആരെങ്കിലും സെയിം ഓർഡറിൽ സെയിം സാധനങ്ങൾ രക്ഷപ്പെടാൻ നേരത്തെ എഴുതിയിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഓർഡർ വേണം. കാരണം നിങ്ങൾ പ്രയോറിറ്റി കൊടുത്ത അതേ സാധനങ്ങൾ വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. അഞ്ചാമത് ഫോൺ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഒരു അപകടാവസ്ഥയില് നമ്മൾ പെട്ടാൽ പോലും നമ്മുടെ പ്രയോറിറ്റി എന്താണ്? ഡിഫറെന്റ് ആണ്. സോ വി ആർ യുണീക് അല്ലേ? നമ്മുടെ കേപ്പബിലിറ്റി എന്താണ്? ഡിഫറെന്റ് ആണ്. ഈവൻ ഒരു അപകടാവസ്ഥയിൽ പോലും നമ്മുടെ എബിലിറ്റിയും കേപ്പബിലിറ്റിയും ഒക്കെ എന്തായി?
ഡിഫറെന്റ് ആയി. നമ്മൾ എന്താ നമുക്ക് ഉപകരിക്കുമെന്ന് പറയുന്ന റിസോഴ്സസ് സെലക്ട് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? രക്ഷപ്പെടാൻ തുടങ്ങി. ശരിയാണോ? ശരിയാണോ? സോ ഇന്നത്തെ ടോപ്പിക്കും ഞാൻ അതാണ് പറയാൻ പോകുന്നത്, കേപ്പബിലിറ്റി തിയറി. സോ ഈ ടോപ്പിക് എടുക്കാൻ ഒരു കാരണം നമ്മുടെ രവീന്ദ്രൻ സാറാണ്. 3 വർഷം മുമ്പ് ഇതേ ടോപ്പിക്ക് നമ്മുടെ 6:30 രവീന്ദ്രൻ സാർ ഒരു 15 മിനിറ്റ് സംസാരിച്ചു. അന്ന് മുതലേ എന്റെ മൈൻഡിൽ ഇത് കിടപ്പുണ്ട്, കേപ്പബിലിറ്റി തിയറി. സോ എന്താണ് കേപ്പബിലിറ്റി തിയറി എന്നും ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും ഒക്കെ അന്വേഷണം നടത്തി. സോ ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കേപ്പബിലിറ്റി തിയറി അഡോപ്റ്റ് ചെയ്തു. എന്റെ ജീവിതത്തിലേക്ക് കേപ്പബിലിറ്റി തിയറി അഡോപ്റ്റ് ചെയ്തപ്പോ സുഹൃത്തുക്കളെ, എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു മാജിക് ആണ്. ജീവിതത്തിൽ നടന്ന ഒരു മാജിക്. എന്താ അറിയാമോ? ഉള്ള റിസോഴ്സ് കൊണ്ട് സന്തോഷമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ജീവിക്കാൻ പറ്റും. അത് പഠിപ്പിക്കുന്ന ഒരു തിയറിയാണ് എന്ന് പറയുന്നത് ഈ കേപ്പബിലിറ്റി തിയറി. സോ എന്റെ അയ്യോ ഒന്ന് വായിക്കാവോ? ഇൻസ്ട്രക്ഷൻ ഒബ്ജക്റ്റീവ് ആർക്കെങ്കിലും? Okay, so importance of accepting capability theory. എന്തിനു വേണ്ടിയാ? ഇംപ്രൂവ്മെന്റ്. അല്ലേ? നമ്മുടെ എല്ലാ ആഗ്രഹം എന്താ? ഓരോ ദിവസവും ഡേ ബൈ ഡേ നമുക്ക് എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യണം. ഇന്നലെ ഞാൻ നിന്നെടുത്താണ് ഇന്ന് ഞാൻ നിൽക്കുന്നതെങ്കിൽ അത് ആരുടെ കുഴപ്പമാ? ആരുടെ കുഴപ്പം വേണം? എന്റെ കുഴപ്പമാ. അല്ല അയലത്തുള്ളവരുടെ കുഴപ്പമാണോ? അല്ല. ഇന്നലത്തെ അതേ വളർച്ചയാണ് എനിക്ക് ഇന്നും ഞാൻ വളർന്നെങ്കിൽ അത് പ്രൊഫഷൻ ആയിക്കോട്ടെ, പാഷൻ ആയിക്കോട്ടെ, സ്കിൽസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് ആരുടെ കുഴപ്പമാ? നമ്മുടെ കുഴപ്പമാണ്. ജനിച്ചതുപോലെ അങ്ങ് മരിക്കുക. എന്തിനാ ജീവിച്ചത്? ആരുടെ കുഴപ്പമാ? നമ്മുടെ കുഴപ്പം. നമ്മൾ ട്രെയിനേഴ്സായി തീരുമാനം എടുത്തു. എന്താ? ട്രെയിനേഴ്സ് ആകാൻ തീരുമാനം എടുത്തു. ഓരോ ദിവസവും നമ്മൾ ഓരോ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ശരിയാണോ? പല കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? തീർച്ചയായും അല്ലേ? ജീവിതത്തിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കിടപ്പില്ലേ വീട്ടില്? ഇതെല്ലാം മാറ്റി വെച്ചിട്ടല്ലേ സാറ് ശനിയും ഞായറും ആലപ്പുഴയിലേക്ക് വണ്ടി വരുന്നത്? തീർച്ചയായും. എന്തുകൊണ്ടാ? ട്രെയിനിങ് സംബന്ധമായ കാര്യം പഠിക്കണം. സാറിന്റെ കേപ്പബിലിറ്റി എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. സാറിന്റെ കേപ്പബിലിറ്റി എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. അതിന് വീട്ടിൽ ഇരുന്നാൽ പറ്റുമോ? ഇല്ല. കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കണമെങ്കിൽ അങ്ങോട്ട് ഇറങ്ങണം. എങ്ങോട്ട് ഇറങ്ങണം? എവിടെയാണോ ഇറങ്ങേണ്ടത് അങ്ങോട്ട് എന്ത് ചെയ്യണം? സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം. സോ ഈ കേപ്പബിലിറ്റി തിയറി കൊണ്ടുവന്ന ആളാ നിങ്ങൾക്കൊക്കെ അറിയാം. ആരാ? അമർത്യ സെൻ. ഇദ്ദേഹത്തിന്റെ കഥ പഠിച്ചപ്പോ എനിക്ക് ഒരു ദയനീയ അവസ്ഥയാവുന്നു, സത്യം പറഞ്ഞു. കാര്യം ഇന്ത്യക്ക് വേണ്ടാത്ത ഒരു ഇന്ത്യക്കാരൻ. ഇദ്ദേഹം ഇപ്പൊ എവിടാന്നറിയാവോ? ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന എവിടാന്നറിയാവോ?